ഹലോ, ആരിസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്. അതിനായി ചൂരമീനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി കറി തയ്യാറാക്കുന്നതിനായി അടുപ്പത്തേക്ക് ഒരു മൺചട്ടി ഒഴിച്ചു കൊടുക്കാം. മൺചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിലേക്കിനി അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്കിനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മുളകിൻ്റെ മണമെല്ലാം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. മുളകിൻ്റെ മണം മാറിക്കഴിയുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു പരുവമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇളക്കി കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചൂരമീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടപ്പ് കൊണ്ടൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് അടപ്പ് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.